ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീധര മേനോൻ്റെ കേരള ചരിത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരള പി എസ് സിയുടെ പല എക്സാംസിലും നമ്മൾ ഈ ബുക്കിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയും ഈ ബുക്ക് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. നമുക്കിതിൽ പി എസ് സിക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് ഒന്ന് നോക്കാം. അധ്യായം 1 ഭൂമിശാസ്ത്ര പശ്ചാത്തലം, അധ്യായം 2 കേരള ചരിത്ര സാമഗ്രികൾ, അധ്യായം 3 ചരിത്രാതീത കാലം, ഇതങ്ങനെ ക്വസ്റ്റ്യൻ വരാറില്ല. അധ്യായം 4 ആദ്യകാല വിദേശ ബന്ധങ്ങൾ, അധ്യായം 5 സംഘകാലത്തെ കേരളം, ഇത് നമുക്ക് ആവശ്യമില്ല, എന്നാലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതെന്ന്. അധ്യായം 6 മതങ്ങളുടെ സംഗമം, അധ്യായം 7 ആയിരാജ്യം, അധ്യായം 8 കൊല്ലവർഷം, 9 മഹോദയപുരത്തെ കുലശേഖരന്മാർ, 10 കുലശേഖര കാലത്തെ ഭരണരീതിയും സമുദായവും, 11 വേണാട്, 12 കോലത്തുനാടും കൊച്ചിയും, 13 കോഴിക്കോട് ആദ്യത്തെ സാമൂതിരിയുടെ കീഴിൽ, 14 ചെറുകിട രാജ്യങ്ങൾ, 15 പോർച്ചുഗീസ് കാലഘട്ടം, 16 വേണാട്, അധ്യായം 17 ഡച്ചുകാരുടെ അഭ്യുദയവും പതനവും, 18 16ഉം 17ഉം നൂറ്റാണ്ടിലെ കേരളത്തിലെ രാഷ്ട്രീയ ഘടനയും സാമൂഹിക ജീവിതവും, അധ്യായം 19 മാർത്താണ്ഡവർമ്മയും ധർമ്മരാജാവും, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യായം 20 കൊച്ചിയുടെ ചരിത്രം, അധ്യായം 21 മൈസൂർ ആക്രമണം, അധ്യായം 22 ബ്രിട്ടീഷ് ശക്തിയുടെ വളർച്ച, അധ്യായം 23 ബ്രിട്ടീഷ് ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നു, അധ്യായം 24 തിരുവിതാംകൂറിലെ പ്രബുദ്ധമായ ഭരണം, അധ്യായം 25 കൊച്ചിയുടെ പുരോഗതി, 26 ബ്രിട്ടീഷ് മലബാർ, അധ്യായം 27 തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അധ്യായം 28 തിരുവിതാംകൂർ കൊച്ചിയും കേരളവും, അധ്യായം 29 ഒരു പുതിയ സമുദായം രൂപം കൊള്ളുന്നു, അധ്യായം 30 സാഹിത്യവും കലകളും. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പി എസ് സിക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് എടുത്തിട്ട് ഓരോ ചാപ്റ്ററും ഓരോ ക്ലാസ്സായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. വലിയ ചാപ്റ്റർ ആണെങ്കിൽ അത് ചെറിയ ചെറിയ പോർഷൻസായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 26-ാം അധ്യായത്തിലെ ബ്രിട്ടീഷ് മലബാർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് നോക്കാം. 1800 മെയ് 21-ാം തീയതി മലബാർ ജില്ല മദിരാശി പ്രവിശ്യയുടെ ഭാഗമായി തീർന്നു. 1800 മെയ് 21 മലബാർ ജില്ല മദിരാശി പ്രവിശ്യയുടെ ഭാഗമായി തീർന്നു. ജില്ലയുടെ ഭരണത്തിന് ഒരു പ്രിൻസിപ്പൽ കളക്ടറും അദ്ദേഹത്തെ സഹായിക്കാൻ 9 സബോർഡിനേറ്റ് കളക്ടർമാരും നിയമിക്കപ്പെട്ടു. 1801 ഒക്ടോബർ 1-ാം തീയതി മേജർ മക്ലോയിഡ് മലബാറിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ കളക്ടറായി ഉദ്യോഗത്തിൽ പ്രവേശിച്ചു. മലബാറിലെ ആദ്യത്തെ പ്രിൻസിപ്പൽ കളക്ടറാണ് മക്ലോയിഡ്. അന്നു മുതൽ മലബാർ ജില്ല മദിരാശി പ്രവിശ്യയിലെ ഒരു ഭരണഘടകമെന്ന നിലയിൽ പുരോഗതി നേടി. അടുത്ത നോക്കാം. നീതിന്യായ സംവിധാനം. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആദ്യകാല ലക്ഷ്യങ്ങളിലൊന്നാണ് മലബാറിൽ ഒരു നീതിന്യായ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആദ്യകാല ലക്ഷ്യങ്ങളിലൊന്നാണ് മലബാറിൽ ഒരു നീതിന്യായ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക എന്നത്. നേരത്തെ 1793 തന്നെ ജോയിൻറ്റ് കമ്മീഷണർമാർ സിവിലും ക്രിമിനലുമായ നീതിന്യായ നിർവഹണത്തിന് ഒരു നിയമസംഹിത പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ഉത്തര മേഖലയിലെയും ദക്ഷിണ മേഖലയിലും സൂപ്രണ്ടുമാരിൽ നിക്ഷിപ്തമായിരുന്നു അതത് ഭാഗങ്ങളിലെ സിവിലും ക്രിമിനലുമായ നീതിന്യായ ഭരണാധികാരം. ജില്ലയിലെ 7 പ്രത്യേക കേന്ദ്രങ്ങളിൽ നീതിന്യായ നിർവഹണങ്ങൾക്കായി ദാരോഗകൾ ഏർപ്പെടുത്തിപ്പെട്ടിരുന്നു. അപ്പം നീതിന്യായ നിർവഹണത്തിനായി ഏർപ്പെടുത്തിയവർ അറിയപ്പെടുന്നത് ദാരോഗകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1802 കോൺവാലിസ് നടപ്പിലാക്കിയ നിയമമനുസരിച്ച് ജുഡീഷ്യലും എക്സിക്യൂട്ടീവുമായ അധികാരങ്ങൾ വേർതിരിക്കുകയും ചെയ്തു. തലശ്ശേരിയിൽ ഒരു പ്രവിശ്യാ കോടതിയും തലശ്ശേരിയിലും കോഴിക്കോടും ജില്ലാ കോടതികളും ഏർപ്പെടുത്തി. അതിനുശേഷം മലബാറിലെ നീതിന്യായ ഭരണത്തിൽ പല മാറ്റങ്ങളും വന്നു. ഒടുവിൽ വടക്കേ മലബാറിലും തെക്കേ മലബാറിലും പ്രത്യേകം ജില്ലാ ജഡ്ജിമാർ നിയമിതരായി. യഥാക്രമം തലശ്ശേരിയിലും കോഴിക്കോട്ടുമായിരുന്നു ആസ്ഥാനങ്ങൾ. നീതിന്യായ ഭരണത്തിൻ്റെ വടക്കേ മലബാറിലെ ആസ്ഥാനം തലശ്ശേരിയും തെക്കേ മലബാറിലെ ആസ്ഥാനം കോഴിക്കോടുമാണ്. വടക്കേ മലബാറിലെ ആസ്ഥാനം തലശ്ശേരി, തെക്കേ മലബാറിലെ ആസ്ഥാനം കോഴിക്കോട്. അടുത്ത് നോക്കാം. ഗതാഗത വികസനം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ജില്ലയിലെ ഗതാഗത സൗകര്യം അനുക്രമം വികസിച്ചു. പഴശ്ശി വിപ്ലവം പുതിയ റോഡുകളുടെ നിർമ്മാണത്തെ ത്വരിതപ്പെടുത്തുകയും മലബാറിൻ്റെ ഉൾനാടുകളിൽ പട്ടാള നിരത്തുകൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്തു. 1810-നും 1830-നും ഇടയ്ക്ക് മദ്രാസ് പൈനിയേഴ്സ് എന്ന സൈനിക തൊഴിലാളികളുടെ ചില സംഘടനകൾ ഒട്ടേറെ റോഡുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ജില്ലയിലെ ഗതാഗത സൗകര്യം വികസിപ്പിച്ചു.
പഴശ്ശി വിപ്ലവം പുതിയ റോഡുകളുടെ നിർമ്മാണത്തെ ത്വരിതപ്പെടുത്തി. പഴശ്ശി വിപ്ലവമാണ് പുതിയ റോഡുകളുടെ നിർമ്മാണത്തെ ത്വരിതപ്പെടുത്തിയത്. മലബാറിൻ്റെ ഉൾനാടുകളിൽ പട്ടാള നിരത്തുകൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്തു. 1810 1830 ഇടക്കാണ് മദ്രാസ് പയനിയേഴ്സ് എന്ന സൈനിക തൊഴിലാളികളുടെ ചില സംഘടനകൾ ഒട്ടേറെ റോഡുകൾ നിർമ്മിക്കാൻ കാരണമായത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ടവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പേരിയം ചുരം റോഡ്. പേരിയം ചുരം റോഡ് അങ്ങനെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് 1810 1830 ഇടയ്ക്ക്. അടുത്ത് 1848 1851 ഇടയ്ക്ക് കണ്ണൂർ മുതൽ കുടക് വരെ വെട്ടിയ റോഡ് ജില്ലയിലെ ഗതാഗത പദ്ധതികളെ കൂട്ടിയിണക്കി. വയനാട്ടിൽ തോട്ടം വ്യവസായത്തിനുണ്ടായ വികാസം വടക്കേ മലബാറിൽ പുതിയ റോഡുകൾ ഉണ്ടാകാൻ സഹായകമായി. 1861 1907 ഇടയിൽ ജില്ലയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ തീവണ്ടിപ്പാത നീണ്ടു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് മലബാറിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി. സർക്കാരിൻ്റെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും പ്രയത്നത്തിൻ്റെ ഫലമായി മലബാർ ജില്ല സാമ്പത്തികവും സാമൂഹികവുമായ രംഗങ്ങളിൽ അഭിവൃദ്ധിപ്പെട്ടു. 1797 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചരക്കണ്ടിയിൽ സുഗന്ധ സസ്യങ്ങളുടെ ഒരു തോട്ടമുണ്ടാക്കി. അത് 1799 മീ മർഡോക്ക് ബ്രൗണിന് കൈമാറി. തോട്ടത്തിൽ പരീക്ഷണാർത്ഥം കാപ്പി, കറുവ, കുരുമുളക്, ജാതി തുടങ്ങിയ ചെടികൾ കൃഷി ചെയ്തു. അവിടെ നിന്നും കൊണ്ടുപോയാണ് വയനാട്ടിൽ കാപ്പിച്ചെടി പിടിപ്പിച്ചത്. ഇപ്പോഴും ഈ തോട്ടം പ്രവർത്തിക്കുന്നുണ്ട്. കറുവ ചെടി മാത്രമേ ഇന്ന് അവിടെ കൃഷി ചെയ്യുന്നുള്ളൂ. അഞ്ചരക്കണ്ടിയിലെ കറുവ തോട്ടമാണ് ലോകത്തെ ഏറ്റവും വലുത്. ഇത് PYQ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കറുവ തോട്ടം ഇത് അഞ്ചരക്കണ്ടിയിൽ. 19-ാം ശതകം അവസാനിക്കും മുമ്പ് മലബാറിലെ വയനാടൻ പ്രദേശങ്ങളിൽ അനവധി തേയില തോട്ടങ്ങളുണ്ടായി. ഇക്കാലത്ത് ജില്ലയിലെ വ്യവസായവും വികസിച്ചു. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM മലബാറിൽ നെയ്ത്തുശാലകളും ഓട്ടു കമ്പനികളും തുടങ്ങി. ആദ്യത്തെ ഓട്ടു കമ്പനി കോഴിക്കോടിനടുത്തുള്ള പുതിയറക്കല്ലിൽ 1874 സ്ഥാപിക്കപ്പെട്ടു. കണ്ണൂരും കോഴിക്കോടും ബാസൽ മിഷൻകാർ സ്ഥാപിച്ച നെയ്ത്തു മില്ലുകളാണ് മലബാറിലെ ഏറ്റവും പഴക്കം ചെന്ന മില്ലുകൾ. കണ്ണൂരും കോഴിക്കോടുമുള്ള നെയ്ത്തു മില്ലുകളാണ് മലബാറിലെ ഏറ്റവും പഴക്കം ചെന്ന മില്ലുകൾ. അടുത്തത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നോക്കാം. 19-ാം ശതകത്തിൽ മലബാർ ജില്ല വിദ്യാഭ്യാസ രംഗത്ത് അഭിവൃദ്ധിപ്പെട്ടു. ഇക്കാര്യത്തിലും ബാസൽ മിഷൻകാരാണ് മുൻകൈയെടുത്തത്. 1848 മിഷൻ കല്ലായിൽ കോഴിക്കോടാണ് ഒരു പ്രൈമറി സ്കൂൾ തുറന്നു. ഇതാണ് പിൽക്കാലത്ത് മലബാർ ക്രിസ്ത്യൻ കോളേജായി വികസിച്ചത്. 1848 മിഷൻ കല്ലായിൽ തുറന്ന പ്രൈമറി സ്കൂളാണ് പിൽക്കാലത്ത് മലബാർ ക്രിസ്ത്യൻ കോളേജായി വികസിപ്പിച്ചത്. ബാസൽ മിഷൻ 1856 മാർച്ച് 1-ാം തീയതി തലശ്ശേരിയിൽ മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. അപ്പം മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളാണ് 1856 മാർച്ച് 1 തലശ്ശേരിയിൽ സ്ഥാപിച്ചത്. മലബാറിലെ മിഷൻ്റെ സ്ഥാപകനായ ഡോക്ടർ ഗുണ്ടർട്ട് തന്നെയായിരുന്നു മലബാറിലെയും തെക്കൻ കാനറയിലെയും സർക്കാർ സ്കൂളുകളുടെ ആദ്യത്തെ ഇൻസ്പെക്ടർ. തലശ്ശേരിയിലെ മാസ്റ്റർ അറ്റൻഡൻ്റ് ആയിരുന്ന മിസ്റ്റർ ബ്രന്നൻ ഒസ്യത്തിൻ പ്രകാരം നീക്കിവെച്ചിരുന്ന 12,000 രൂപ കൊണ്ട് ബാസൽ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ 1862 ആരംഭിച്ച ബ്രന്നൻ സ്കൂൾ പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ഗവൺമെൻറ് ബ്രന്നൻ കോളേജായി വികസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ 1862 ആരംഭിച്ച ബ്രന്നൻ സ്കൂളാണ് പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുത്ത് ബ്രന്നൻ കോളേജായി വികസിപ്പിച്ചത്. ഇന്നത്തെ പാലക്കാട് വിക്ടോറിയ കോളേജ് 1866 ഒരു റേറ്റ് സ്കൂളായാണ് തുടങ്ങിയത്. സാമൂതിരി കോവിലകത്തെ അംഗങ്ങൾക്ക് വേണ്ടി 1877 ആരംഭിച്ച സ്കൂൾ സാമൂതിരി കോളേജ് ഇപ്പോഴത്തെ ഗുരുവായൂരപ്പൻ കോളേജായി വളർന്നു. ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? 1848 മിഷൻ കല്ലായി ഒരു പ്രൈമറി സ്കൂൾ തുറന്നു. ഇത് പിൽക്കാലത്ത് മലബാർ ക്രിസ്ത്യൻ കോളേജായി. 1848 മിഷൻ കല്ലായി തുറന്ന പ്രൈമറി സ്കൂളാണ് ക്രിസ്ത്യൻ കോളേജായി വികസിപ്പിച്ചത്. പിന്നീട് ബാസൽ മിഷൻ 1856 മാർച്ച് 1-ാം തീയതി തലശ്ശേരിയിൽ മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. പിന്നെ 1862 ആരംഭിച്ച ബ്രന്നൻ സ്കൂൾ പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഗവൺമെൻറ് ബ്രന്നൻ കോളേജായി വികസിപ്പിച്ചു. പിന്നെ 1877 സാമൂതിരി കോവിലകത്തെ അംഗങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച സ്കൂള് പിന്നീട് സാമൂതിരി കോളേജ് ഇപ്പോഴത്തെ ഗുരുവായൂരപ്പൻ കോളേജായി വളർന്നു. അടുത്ത് നോക്കാം പ്രാദേശിക സ്വയംഭരണം. പ്രാദേശിക സ്വയംഭരണത്തിൻ്റെ രംഗത്തും മലബാറിന് 19-ാം ശതകത്തിൽ കാര്യമായ പുരോഗതിയുണ്ടായി. 1865 മദിരാശി നഗരവികസന നിയമമനുസരിച്ച് കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട്, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിൽ 1866 1867 മുനിസിപ്പാലിറ്റികൾ നിലവിൽ വന്നു.
പ്രാദേശിക ഭരണസമിതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രോഗശുശ്രൂഷ കേന്ദ്രങ്ങളും സ്ഥാപിച്ച് പൊതുജന സേവനം നടത്തി. ഇതൊക്കെ ഒന്ന് കേട്ടുപോയാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസോ ഒക്കെ വരുമ്പം നമുക്ക് വായിച്ചോ അല്ലെങ്കിൽ കേട്ടൊരു ഓർമ്മ ഉണ്ടായാൽ മാത്രം മതി, ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് നോക്കാം. മാപ്പിള കലാപങ്ങൾ. ഭരണപരമായും സാമ്പത്തികമായും സാമൂഹികമായും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മലബാർ ജില്ല മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്ന അക്രമാസക്തമായ അസ്വസ്ഥതകളിലൂടെയും കടന്നു പോവുകയായിരുന്നു. മലബാറിൻ്റെ നാനാഭാഗങ്ങളിലായി, വിശേഷിച്ച് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ 1836 1853 ഇടയ്ക്ക് 12 കലാപങ്ങളുണ്ടായി. മാപ്പിളമാർ ഒറ്റയ്ക്കോ സംഘം ചേർന്നോ ഹിന്ദു ജന്മികളെ കൊല്ലുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഈ കലാപത്തിൻ്റെ സാമാന്യ സ്വഭാവം. ഒരു കൂട്ടരുടെ അഭിപ്രായത്തിൽ മതാന്ധതയുടെ കരുതിക്കൂട്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ കലാപങ്ങൾ. കലാപ കാരണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേകം നിയുക്തനായ TL സ്ട്രേഞ്ച് എന്ന ജഡ്ജി ഈ അഭിപ്രായക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിഷ്ഠൂരമായി കലാപങ്ങൾ അടിച്ചമർത്താൻ 1854 മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേകം പോലീസ് സേന സംഘടിപ്പിക്കപ്പെട്ടു. സർക്കാർ ഈ നടപടികൾ കൈക്കൊണ്ടതിന് ശേഷവും കലാപങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണുണ്ടായത്. നേരത്തെ ശിക്ഷിക്കപ്പെട്ടിരുന്ന 4 മാപ്പിളമാർ മലബാർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ HV കനോലിയെ 1855 അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ വെച്ച് വധിച്ചു. അസ്വാസ്ഥ്യം അനിയന്ത്രിതമായി പിന്നെയും തുടർന്നു വന്നപ്പോൾ കലാപങ്ങൾക്കു കാരണം കാർഷികാവശതയും ദാരിദ്ര്യവുമാണെന്ന അഭിപ്രായത്തിന് ശക്തി കൂടി. മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെയും കുടിയാന്മാരുടെ അവകാശങ്ങളെയും കുറിച്ച് അന്വേഷിക്കാനും മാപ്പിള സമുദായത്തിൻ്റെ യഥാർത്ഥ സംഘടനകൾക്കു പരിഹാരമാർഗം നിർദ്ദേശിക്കാനും സ്പെഷ്യൽ കമ്മീഷണറായി 1881 ലോഗൻ നിയമിക്കപ്പെട്ടു. പാട്ടത്തിൻ്റെ പേരിൽ കുടിയാന്മാരെ ഇറക്കിവിടാനും ഭൂമി ഒഴിപ്പിച്ചെടുക്കാനും ലഭിച്ച പുതിയ അവകാശം ബ്രിട്ടീഷ് കോടതികളുടെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന ജന്മികളുടെ ഭാരിച്ച സ്വാധീന ശക്തിയെ നേരിടാൻ ചെയ്യുന്ന ശ്രമങ്ങളാണ് ഈ കലാപങ്ങൾ എന്ന നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം. 1836 1853 ഇടയ്ക്ക് വള്ളുവനാട്, ഏറനാട് താലൂക്കുകളിൽ 12 കലാപങ്ങൾ ഉണ്ടായി. ഇതൊക്കെ മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ് നമുക്കൊന്നുകൂടി നോക്കാം. 1836 1853 ഇടയ്ക്ക് വള്ളുവനാട്, ഏറനാട് താലൂക്കുകളിൽ നടന്ന 12 കലാപങ്ങളെയാണ് മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ജഡ്ജിയാണ് TL സ്ട്രേഞ്ച്. ഈ മാപ്പിള കലാപം അടിച്ചമർത്താൻ 1854 മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേര് ഒരു പ്രത്യേക പോലീസ് സേനയെ സംഘടിപ്പിച്ചു. മാപ്പിള കലാപങ്ങൾക്കിടയിൽ മരിച്ച മലബാർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് HV കനോലിയാണ്. 1855 അദ്ദേഹത്തെ ബംഗ്ലാവിൽ വെച്ച് വധിച്ചത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കുറേ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പിന്നെ മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെയും കുടിയാന്മാരുടെ അവകാശത്തെയൊക്കെ കുറിച്ച് അന്വേഷിക്കാനും മാപ്പിള സമുദായത്തിൻ്റെ യഥാർത്ഥ സങ്കടത്തിന് പരിഹാരം നിർദ്ദേശിക്കാനൊക്കെ വേണ്ടി ഒരു സ്പെഷ്യൽ കമ്മീഷണറായി 1881 ലോഗനെ നിയമിച്ചു. ലോഗൻ്റെ അഭിപ്രായത്തിൽ പാട്ടത്തിൻ്റെ പേരിൽ കുടിയാന്മാരെ ഇറക്കി വിടുക, ഭൂമി ഒഴിപ്പിച്ചെടുക്കാനൊക്കെ വേണ്ടി ജന്മിമാർ ബ്രിട്ടീഷ് കോടതികളെ സഹായം തേടി. ഇതിനെതിരായി നടന്ന കലാപമാണ് മാപ്പിള കലാപം. മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ ഹിന്ദു ജന്മിമാരാണ് ഭൂമിയുടെ യഥാർത്ഥ നാഥന്മാരെന്നും മാപ്പിളമാരായ കൃഷിക്കാർക്ക് ഭൂമിയുടെ മേൽ യാതൊരു അവകാശമില്ലെന്നുമുള്ള ധാരണയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയത്തെ കലാപങ്ങളുടെ യഥാർത്ഥ കാരണമായി ലോഗൻ കൃത്യമായി എടുത്തു കാട്ടുകയുണ്ടായി. ജന്മിമാർ നിയമരഹിതമായി ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നതിൽ നിന്ന് കുടിയാന്മാർക്ക് സംരക്ഷണം നൽകാൻ 1887 മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട് പ്രാബല്യത്തിൽ വന്നു. 1887 മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട് നിലവിൽ വന്നു. 1887 മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട് നിലവിൽ വന്നത്. ഈ ആക്ടിൽ കൃഷിക്കാർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ജന്മിമാർക്ക് ബലം പ്രയോഗിച്ചൊന്നും കുടിയാന്മാരെ ഇറക്കിവിടാൻ പറ്റില്ല. 1887 മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട്. പക്ഷേ അന്നത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ആക്ട് പരാജയപ്പെട്ടു. 20ാം ശതകത്തിൻ്റെ ആരംഭം വരെ മാപ്പിളമാരുടെ കലാപങ്ങൾ മലബാറിൻ്റെ സമാധാനത്തെ ബന്ധിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ദാരിദ്ര്യം, ഭൂമിയുടെ കാര്യത്തിൽ അനുഭവപ്പെട്ട ഉപദ്രവങ്ങൾ, അന്ധമായ മതഭക്തി എന്നിവ മാപ്പിളമാരുടെ അസംതൃപ്തിയെയും എതിർപ്പിനെയും സജീവമായി നിലനിർത്തുകയും
അവരെ അക്രമാസക്തമായ കലാപങ്ങളിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്തു. കാലക്രമേണ പട്ടാളം, തോട്ടങ്ങൾ, റെയിൽവേകൾ, വാണിജ്യം, വ്യവസായം മുതലായവ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുകയും സമുദായത്തിലെ സമ്പന്നർക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുകയും ചെയ്തതോടുകൂടി സമാധാനത്തിൻ്റെ കാലാവസ്ഥ നിലവിൽ വന്നു. ഇതൊന്ന് കേട്ടുപോയാൽ മതി ബാക്കിയുള്ളത്. അടുത്ത് നോക്കാം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്കു വഴി തെളിയിച്ച ദേശീയ പ്രസ്ഥാനങ്ങളിൽ ബ്രിട്ടീഷ് മലബാർ വഹിച്ച പങ്ക് സുപ്രധാനമാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാലം മുതൽക്കേ മലബാറിൽ നിന്നും പലരും അംഗങ്ങളായി. മലബാറിൻ്റെ പ്രശസ്ത പുത്രനായ സർ സി ശങ്കരൻ നായരാണ് കോൺഗ്രസിൻ്റെ 1897 അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്. ഇത് PYQ ആണ്. INCയിൽ 1897 അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ INC പ്രസിഡന്റ് ആയത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് INC പ്രസിഡന്റായ ഒരേ ഒരു കേരളീയനാണ് സി ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അധ്യക്ഷം വഹിച്ചത്. അടുത്തത് 1903 സി വിജയരാഘവനാചാര്യയുടെ അധ്യക്ഷതയിലും കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലും കോഴിക്കോട് വെച്ച് ഒരു രാഷ്ട്രീയ സമ്മേളനം ചേർന്നു. 1908 മലബാറിൽ കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി രൂപം കൊണ്ടു. ഡോക്ടർ ആനി ബസന്റ് 1916 സ്ഥാപിച്ച ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ മലബാറിൽ പ്രവർത്തനം തുടങ്ങി. KP കേശവമേനോൻ ആയിരുന്നു കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെയും ഹോം റൂൾ ലീഗിൻ്റെയും കാര്യദർശി. പൊതുജനങ്ങളുടെ സങ്കടങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് 1916 മുതൽ പല രാഷ്ട്രീയ സമ്മേളനങ്ങളും നടക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡോക്ടർ ആനി ബസന്റ് ആണ് 1916 ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് മലബാറിൽ സ്ഥാപിച്ചത്. അടുത്ത് നോക്കാം, ഹോം റൂൾ പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം 1914, 1918. 1914-18 ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. ഒന്നാം ലോക മഹായുദ്ധം മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടി. സർക്കാരിൻ്റെ യുദ്ധയജ്ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ പിന്തുണ സമ്പാദിക്കാൻ 1916 കോഴിക്കോട് ടൗൺ ഹാളിൽ കൂടിയ ഒരു പൊതുയോഗം ചരിത്രം സൃഷ്ടിച്ചു. യോഗത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ ഒരുങ്ങിയ KP കേശവമേനോന് കളക്ടർ ഇന്നീസ് അനുവാദം നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മേനോൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബഹുഭൂരിപക്ഷം സദസ്യരും അദ്ദേഹത്തെ അനുഗമിച്ചു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർന്നു വരുന്ന ശക്തിയുടെ സൂചനയായിരുന്നു ഈ സംഭവം. യുദ്ധം അവസാനിച്ചതോടുകൂടി 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയും ആ പരിഷ്കാരങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഒരു വലിയ വിവാദ പ്രശ്നമായി വളർന്നു വരികയും ചെയ്തു. 1920 ഏപ്രിൽ 28 മഞ്ചേരിയിൽ വെച്ച് ഡോക്ടർ ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്ന മലബാർ ജില്ലയിലെ 5ാമത് രാഷ്ട്രീയ സമ്മേളനം ആ പരിഷ്കാരങ്ങൾ അതൃപ്തികരവും നിരാശാജനകവുമാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കി. കഴിയുന്നതും വേഗം മലബാറിൽ ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കണമെന്നും ആ സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നുമായി 1300 പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. പ്രമേയങ്ങൾ പാസാക്കിയതിനെ തുടർന്ന് സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഭിന്നിപ്പുണ്ടായി. ജന്മിമാരും പണക്കാരും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോവുകയും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ഇടത്തരക്കാർക്കും വേണ്ടി നിലകൊണ്ട തീവ്രവാദികളുടെ കൈകളിൽ നേതൃത്വം ചെന്നു ചേരുകയും ചെയ്തു. അടുത്ത് നോക്കാം, ഇതൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി, ഇതിൽ വേണ്ട പോയിന്റ്സ് മാത്രം എടുത്താൽ മതി. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം. 1920 മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലും ഒരു പുതിയ കാലഘട്ടം ആരംഭിച്ചു. അക്കൊല്ലം നടന്ന നാഗ്പൂർ സമ്മേളനത്തിന് ശേഷം നാഗ്പൂർ സമ്മേളനം നടന്നത് 1920. നാഗ്പൂർ സമ്മേളനത്തിന് ശേഷം തുടങ്ങിയ നിസ്സഹകരണ പ്രസ്ഥാനം മലബാറിൽ സുശക്തമായി. ജില്ലയിലുടനീളം വിദേശ സാധനങ്ങളും കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബഹിഷ്കരിക്കപ്പെട്ടു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഉണ്ടായതാണ് വിദേശ സാധനങ്ങൾ, കോടതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ബഹിഷ്കരിക്കുക. ഇതിനിടയ്ക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് തുർക്കി രാജ്യത്തെ വിഭജിക്കുകയും തുർക്കി സുൽത്താൻ്റെ മതപരമായ നേതൃത്വത്തെ നിഷേധിച്ചുകൊണ്ട് നടപടികളെടുക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനവും മലബാറിലെ മുസ്ലിം സമുദായത്തിന്മേൽ വമ്പിച്ച സ്വാധീന ശക്തി ചെലുത്തി. രാജ്യത്തെങ്ങും ഖിലാഫത്ത് പ്രസ്ഥാനം സംഘടിപ്പിക്കപ്പെട്ടത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലായതുകൊണ്ട് കുറേ കാലത്തേക്ക് രണ്ടും ഒരൊറ്റ പ്രസ്ഥാനമായി പ്രവർത്തിച്ചു. വലിയ ആവേശത്തോടു കൂടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഖിലാഫത്ത് കമ്മിറ്റികൾ സംഘടിപ്പിക്കാനും വിദേശ സർക്കാരിനെതിരായ ദേശീയ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടാനും
മഹാത്മാഗാന്ധിയും മൗലാന ഷൗക്കത്ത് അലിയും കേരളം സന്ദർശിച്ചു. മലബാറിലെയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും പ്രതിനിധികൾ സംബന്ധിച്ച ഒന്നാമത്തെ അഖില രാഷ്ട്രീയ സമ്മേളനം 1921 ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് വെച്ച് ടി പ്രകാശത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടി. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖരായ പല കോൺഗ്രസ് നേതാക്കളെയും പോലീസ് മർദ്ദിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒന്നുകൂടി നോക്കാം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ടായത്. സഹകരണ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് ജില്ലയിലുടനീളം വിദേശ സാധനങ്ങളും കോടതിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ബഹിഷ്കരിക്കപ്പെട്ടു. ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിലിലാണ്. അധ്യക്ഷൻ ടി പ്രകാശം ഒറ്റപ്പാലത്ത് വെച്ചാണ് നടന്നത്. ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു. ടി പ്രകാശമാണ് അധ്യക്ഷൻ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും കേരളം സന്ദർശിച്ചു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 1921 മലബാർ ലഹളയാണ് നോക്കാനുള്ളത്. അത് നോക്കാം. ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന സംഭവ വികാസമായിരുന്നു 1921 മലബാർ ലഹള. ഏറനാട് താലൂക്കിലും വള്ളുവനാട് താലൂക്കിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലുണ്ടായ മുന്നേറ്റം ഔദ്യോഗിക വൃത്തങ്ങളിൽ അമ്പരപ്പുണ്ടായി. സർക്കാർ ഈ രണ്ടു താലൂക്കുകളിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 144 വകുപ്പ് നടപ്പാക്കി. ബ്രിട്ടീഷ് പോലീസ് മാപ്പിളമാർക്കെതിരായി ഒരു ഭീകരഭരണം അഴിച്ചുവിട്ടു. ഏറനാട് താലൂക്കുകളിൽപ്പെട്ട പൂക്കോട്ടൂർ എന്ന പ്രദേശത്തെ പ്രാദേശിക ഖിലാഫത്ത് കമ്മിറ്റിയുടെ കാര്യദർശിയായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിളമാരും പോലീസും തമ്മിൽ ഒട്ടേറെ സംഘട്ടനങ്ങൾ ഉണ്ടാകാൻ കാരണമായി. മാപ്പിളമാർ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും സർക്കാർ ഖജനാവുകൾ കൊള്ളയടിക്കുകയും സർക്കാർ ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്തു. വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ, ആലി മുസലിയാർ എന്നീ നേതാക്കളാണ് ലഹള നയിച്ചത്. ലഹളക്കാർ തങ്ങളുടെ പ്രബല കേന്ദ്രമായ മലപ്പുറം, തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നു ബ്രിട്ടീഷ് അധികാരത്തെ തുടച്ചു നീക്കുന്നതിനും ആ പ്രദേശങ്ങളിൽ സ്വന്തം ഭരണം സ്ഥാപിക്കുന്നതിനും ഒട്ടധികം വിജയിക്കുകയുണ്ടായി. ലഹള അടിച്ചമർത്താനുള്ള പരക്കം പാച്ചിലിൽ സർക്കാർ അസ്വസ്ഥ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് പട്ടാളത്തെയും ഗൂർഖ പട്ടാളത്തെയും മിന്നൽ വേഗത്തിൽ അയച്ചു. പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ഭീകരമായ മർദ്ദന നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. ലഹളയുമായി ബന്ധപ്പെട്ട ദുരന്ത സംഭവങ്ങളിലൊന്നായിരുന്നു വാഗൺ ട്രാജഡി. 1921 നവംബർ 10 അടച്ചുമൂടിയ ഒരു റെയിൽവേ ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് തടവുകാരായി കൊണ്ടുപോയ 90 മാപ്പിളമാരിൽ 60 പേർ മാർഗമധ്യേ ശ്വാസം മുട്ടി മരിച്ചു. മലബാർ ലഹളയുടെ അന്തിമഘട്ടത്തിൽ മാപ്പിളമാർ ഒട്ടേറെ അക്രമ പ്രവൃത്തികൾ നടത്തുകയും തന്മൂലം അവർക്ക് സമുദായത്തിൽ ഭൂരിപക്ഷത്തിൻ്റെയും അനുഭാവം നഷ്ടപ്പെടുകയും ചെയ്തു. MP നാരായണ മേനോൻ, KP കേശവ മേനോൻ, K കേളപ്പൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്നീ കോൺഗ്രസ് നേതാക്കൾ സംഭവങ്ങളുടെ അക്രമാസക്തിയെ തടയാൻ പരമാവധി ശ്രമിക്കുകയുണ്ടായെങ്കിലും അവരുടെ പ്രയത്നം നിഷ്ഫലമായതേയുള്ളൂ. ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിഷ്ഠൂരമാം വണ്ണം ലഹള അടിച്ചമർത്തി. നേതാക്കന്മാരെ ബന്ധനസ്ഥരാവുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. 100 കണക്കിന് ആളുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അസംഖ്യം പേരെ നാടുകടത്തി. ലഹളയിൽ മൊത്തം 10,000 ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് അധികാരത്തിനെതിരായി ഉയർന്നു വന്ന അതിഗംഭീരമായ ഒരു ദേശീയ പ്രക്ഷോഭമായിരുന്നു 1921 മലബാർ ലഹള. ബ്രിട്ടീഷ് ഗ്രന്ഥകാരന്മാർ ചിത്രീകരിക്കും പോലെ അത് മാപ്പിളമാരുടെ വെറുമൊരു കലാപമായിരുന്നില്ല. അപ്പം നമ്മൾ ഇതിൽ പഠിച്ചത് ഒന്നുകൂടെ നോക്കാം. മലബാർ കലാപം അല്ലെങ്കിൽ മലബാർ ലഹള നടന്നത് 1921 മലബാർ ലഹള 1921 നടന്നത്. ഏറനാട് താലൂക്കിലെ പൂക്കോട്ടൂർ എന്ന സ്ഥലത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രധാനിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് വള്ളുവനാട്ടിലും ഏറനാട്ടിലും മാപ്പിളമാരും പോലീസുകാരും സംഘടന ഉണ്ടാവാനുണ്ടായ പ്രധാന കാരണം. മലബാർ ലഹളയുടെ പ്രധാന നേതാക്കന്മാരാണ് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ, അലി മുസലിയാർ. വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ, ആലി മുസലിയാർ എന്നിവരാണ് നേതാക്കൾ. ലഹള നയിച്ചത് ഇവരൊക്കെയാണ്. മലബാർ ലഹളയുടെ പ്രധാന കേന്ദ്രങ്ങളാണ് മലപ്പുറം, തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ.
മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട ഒരു ദുരന്ത സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി. മറന്നു പോരുത്, മുക്കം ഇമ്പോർട്ടൻ്റ് ആണ്. വാഗൺ ട്രാജഡി 1921 നവംബർ 10 വാഗൺ ട്രാജഡി ഉണ്ടായത്. അടുത്ത നോക്കാം, രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കം. ലഹളയ്ക്ക് ശേഷമുള്ള കാലം മലബാറിൽ താരതമ്യേന ശാന്തമായിരുന്നു. കോൺഗ്രസ് സംഘടന മിക്കവാറും നിർജീവമായി. ഏതായാലും ആ കാലഘട്ടത്താണ് മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആരംഭം. കോൺഗ്രസിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി KP കേശവമേനോനും മറ്റു കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് 1923 മാർച്ചിൽ കോഴിക്കോട്ട് നിന്ന് മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം തുടങ്ങി. മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ പത്രാധിപത്യത്തിൽ 1924 ഒക്ടോബറിൽ കോഴിക്കോട്ട് നിന്ന് തന്നെ അൽ അമീൻ ആരംഭിച്ചു. മന്നത്ത് കൃഷ്ണൻ നായരുടെയും KP രാമൻ മേനോൻ്റെയും G ശങ്കരൻ നായരുടെയും മറ്റും നേതൃത്വത്തിൽ ഇക്കാലത്ത് മലബാറിൽ കുടിയാൻ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനു വേണ്ടി ഒരു പ്രസ്ഥാനം രൂപമെടുത്തു. ഈ പ്രസ്ഥാനമാണ് 1930 മലബാർ കുടിയാന്മ നിയമം നടപ്പിലാക്കാൻ സർക്കാരിനെ നിർബന്ധിതമാക്കിയത്. അപ്പോൾ നമുക്കിതിലെന്തൊക്കെയാണ് പറഞ്ഞു നോക്കാം. മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണം സ്റ്റാർട്ടായത് 1923 മാർച്ചിൽ കോഴിക്കോട് KP കേശവമേനോൻ്റെ നേതൃത്വത്തിലാണ്. KP കേശവമേനോൻ്റെ നേതൃത്വത്തിൽ 1923 മാർച്ചിൽ കോഴിക്കോട്ട് നിന്നാണ് മാതൃഭൂമി പ്രസിദ്ധീകരണം തുടങ്ങിയത്. 1924 ഒക്ടോബറിൽ കോഴിക്കോട് നിന്ന് അൽ അമീൻ ആരംഭിച്ചു. അതിൻ്റെ പത്രാധിപർ മുഹമ്മദ് അബ്ദുർ റഹ്മാനായിരുന്നു പത്രാധിപൻ. 1923 KP കേശവമേനോൻ കോഴിക്കോട് നിന്ന് മാതൃഭൂമി പത്രം. 1924 ഒക്ടോബറിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ പത്രാധിപനായി അൽ അമീൻ ആരംഭിച്ചു. ഇനി അടുത്ത് പയ്യന്നൂർ സമ്മേളനം. 1927 ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ മലബാറിലെ രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു ചലനമുണ്ടാക്കി. ഇതിനകം 1928 മേയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ വെച്ച് നടന്ന 4ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം പാസാക്കി. സോഷ്യലിസ്റ്റ് ആശയത്തിലൂന്നി നെഹ്റു ചെയ്ത അധ്യക്ഷ പ്രസംഗം, സമ്മേളനം അംഗീകരിച്ച പ്രമേയവും മലബാറിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നവചൈതന്യം കൊടുത്തു. അടുത്ത നോക്കാം, ഉപ്പു സത്യാഗ്രഹം. 1930 മാർച്ചിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലുമുണ്ടായി. 1930 ഉപ്പു സത്യാഗ്രഹം. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന രംഗം പയ്യന്നൂരായിരുന്നു. മലബാറിലെ പ്രധാന കേന്ദ്രം പയ്യന്നൂരായിരുന്നു. കോഴിക്കോട്, പാലക്കാട് തുടങ്ങി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികളുടെ പല സംഘങ്ങൾ സമരത്തിൽ പങ്കെടുക്കാൻ പയ്യന്നൂരിലേക്ക് നീങ്ങി. ആദ്യഘട്ടങ്ങളിൽ സത്യാഗ്രഹം ശാന്തമായി നടന്നു. എന്നാൽ മെയ് 5-ാം തീയതി മഹാത്മാഗാന്ധിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി സംഭവങ്ങൾക്ക് ഒരു പുതിയ വഴിത്തിരിവുണ്ടായി. സമരത്തെ തകർക്കാൻ സർക്കാർ അടിക്കടി മർദ്ദനമുറകൾ കൈക്കൊണ്ടു. ഉപ്പു നിയമങ്ങളെ ലംഘിക്കാൻ മെയ് 12-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ സത്യാഗ്രഹികളെ പോലീസ് ആക്രമിച്ചു. 30-ൽ പരം ആളുകൾക്ക് പരിക്കേറ്റു. ഈ സംഭവത്തിൽ പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ഒരുങ്ങിയ ദേശീയ പതാക കാത്തുസൂക്ഷിക്കാൻ P. കൃഷ്ണപിള്ളയെയും R. V. ശർമ്മയും അത്യുജ്വലമായ ധീരത പ്രദർശിപ്പിക്കുകയുണ്ടായി. പോലീസുകാർ പയ്യന്നൂരെ സത്യാഗ്രഹ സങ്കേതം ആക്രമിച്ച് അവിടെയുണ്ടായിരുന്നവരെ ലാത്തിചാർജ് ചെയ്തു. K. കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, K. മാധവൻ നായർ തുടങ്ങിയ സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരെ കഠിന തടവിന് ശിക്ഷിച്ചു. ഉപ്പു സത്യാഗ്രഹത്തോടൊപ്പം കോൺഗ്രസ് പ്രവർത്തനങ്ങൾ കള്ളുഷാപ്പുകൾ പിക്കറ്റ് ചെയ്യുകയും വിദേശ സാധനങ്ങളുടെ ബഹിഷ്കരണം സംഘടിപ്പിക്കുകയും ചെയ്തു. 1931 ജനുവരി 26-ാം തീയതി ഗാന്ധിജിയെ മോചിപ്പിക്കുകയും മാർച്ച് 4-ാം തീയതി ഗാന്ധി ഇർവിൻ സന്ധി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തതോടുകൂടി സമരം പിൻവലിച്ചത് കോൺഗ്രസ് സംഘടനയിലെ യുവജനങ്ങളെ നിരാശപ്പെടുത്തി. പക്ഷേ സംഘടനയിൽ പെട്ടെന്ന് ഭിന്നിപ്പൊന്നും ഉണ്ടായില്ല. 1931 മെയ് 5-ാം തീയതി വടകര വെച്ച് J.M. സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം മറ്റു പലതിൻ്റെയും കൂട്ടത്തിൽ ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു പ്രമേയം അംഗീകരിക്കുകയുണ്ടായി. ഈ പ്രമേയത്തിൻ്റെ സന്തതിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പം ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ട് പോയാൽ മാത്രം മതി. അടുത്ത നമുക്ക് നോക്കാം, നിയമലംഘന പ്രസ്ഥാനം. 1932 നിയമലംഘന പ്രസ്ഥാനം തുടങ്ങിയത്.
നിയമലംഘന പ്രസ്ഥാനം 1932. നോക്കാം. 1931 ലണ്ടനിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തെ തുടർന്ന് 1932 ജനുവരിയിൽ ആരംഭിച്ച രണ്ടാമത്തെ നിയമലംഘന പ്രസ്ഥാനത്തിന് മലബാറിൽ നല്ല പങ്കുണ്ടായിരുന്നു. കോൺഗ്രസ് നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കപ്പെടുകയും സമരത്തെ തച്ചുടയ്ക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓർഡിനൻസുകളുടെ ഒരു പരമ്പര പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നിട്ടും ആയിരക്കണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്നു. നിയമലംഘന പ്രസ്ഥാനത്തോടൊപ്പം കോടതിയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദേശ സ്ഥാപനങ്ങളുടെയും കള്ളുഷാപ്പുകളുടെയും സംഘടിത ബഹിഷ്കരണവും ഉണ്ടായി. 1938 സെപ്റ്റംബറിൽ കോഴിക്കോട്ട് നടന്ന 6ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുത്ത 400 പ്രതിനിധികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രസ്ഥാനത്തിൻ്റെ സുപ്രധാനമായ ഒരു സവിശേഷതയായിരുന്നു അതിൽ അനേകം സ്ത്രീകൾ പങ്കെടുത്തതും അറസ്റ്റ് വരിച്ചതും. നിയമലംഘന പ്രസ്ഥാനം 1934 മെയ്യിൽ ഔപചാരികമായി പിൻവലിക്കപ്പെട്ടു. അപ്പോൾ നിയമലംഘന പ്രസ്ഥാനം 1932 1934 മെയ് ആകുമ്പോഴേക്കും നിയമലംഘന പ്രസ്ഥാനത്തെ പിൻവലിക്കുകയും ചെയ്തു. അടുത്ത് നോക്കാം. കോൺഗ്രസിലെ ഭിന്നിപ്പ്. നിയമലംഘനം പിൻവലിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് സംഘടന വലതുപക്ഷം ഇടതുപക്ഷം എന്നിങ്ങനെ 2 കക്ഷികളായി പിരിഞ്ഞു. നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിനെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ് സംഘടന വലതുപക്ഷം ഇടതുപക്ഷം എന്നിങ്ങനെ 2 കക്ഷികളായി. ഇടതുപക്ഷക്കാർ 1934 രൂപം കൊണ്ട ഓൾ ഇന്ത്യ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകമായി തീരുകയും E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട്, പി. കൃഷ്ണപിള്ള മുതലായ നേതാക്കന്മാരുടെ കീഴിൽ കോൺഗ്രസിലെ ഒരു പ്രത്യേക വിഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ദേശീയ മുസ്ലിങ്ങളുടെ ഒരു തീവ്രവാദി സംഘവും ഇക്കാലത്ത് രൂപം കൊണ്ടു. മലബാറിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർക്കിടയിൽ തങ്ങളുടെ സ്വാധീന ശക്തി പടുത്തുയർത്തിയ ഇടതുപക്ഷക്കാരും ദേശീയ മുസ്ലിങ്ങളും ഗാന്ധി മാർഗത്തിൽ വിശ്വസിക്കുന്ന വലതുപക്ഷക്കാരെ സംഘടനാ നേതൃത്വത്തിൽ നിന്ന് പുറംതള്ളി. 1934 ഒക്ടോബറിൽ ഷൊർണൂറിൽ വെച്ച് കൂടിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു യോഗം സ്വരാജിനു വേണ്ടിയുള്ള സമരത്തിലെ ആയുധങ്ങളെന്ന നിലയ്ക്ക് ഗാന്ധിയൻ തത്വങ്ങളായ സത്യത്തിൻ്റെയും അക്രമരാഹിത്യത്തിൻ്റെയും പര്യാപ്തതയിൽ അവിശ്വാസം രേഖപ്പെടുത്തി. ഇങ്ങനെ കോൺഗ്രസിൽ ചേരിതിരിവുണ്ടായിട്ടും മദിരാശി നിയമസഭയിലേക്ക് 1936 നടന്ന തെരഞ്ഞെടുപ്പിൽ ഒട്ടെല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ജയിക്കുകയും രാജഗോപാലാചാരിയുടെ മന്ത്രിസഭയിൽ മലബാറിലെ കോൺഗ്രസ് നേതാവായ കൊങ്ങോട്ടിൽ രാമൻ മേനോൻ മന്ത്രിയാവുകയും ചെയ്തു. അടുത്തത് മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവം. 1930 1940 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൻ്റെ ഏതാണ്ട് അവസാനത്തോടെയാണ് മലബാറിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഒരു പ്രധാന ഘടകമായി ഉയരുന്നത്. 1906 ധാക്കയിൽ വെച്ച് സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ശാഖകൾ 1917 മുതൽക്കേ മലബാറിൻ്റെ ചില ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും ലീഗ് 1934 വരെ ജില്ലയിലെ ദൃഢബദ്ധമായ ഒരു സംഘടനയായിരുന്നില്ല. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് 1934 നടന്ന തെരഞ്ഞെടുപ്പിൽ തെക്കൻ കാനറ നിയോജക മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഹാജി അബ്ദുൾ സത്താർ സേഠ് 1638 വോട്ടുകൾക്കെതിരെ 1960 വോട്ടുകൾ നേടി. അടുത്ത നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം നോക്കാം. കോൺഗ്രസ് സംഘടനയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗം എന്നറിയപ്പെട്ടിരുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാർ 1939 മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലിരുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ബ്രിട്ടീഷ് ഭരണത്തെ വലിച്ചെറിയാനുള്ള പൊതുജനസമരങ്ങൾക്ക് അനുകൂലമായ ഉറച്ച നിലപാട് സ്വീകരിച്ചു. 1939 കോൺഗ്രസ് മന്ത്രിസഭയിൽ രാജിവെച്ചതും പിന്നീട് വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചതും കേരള പ്രദേശ് കോൺഗ്രസിൻ്റെ തീവ്രവാദികളിൽ ഉത്സാഹമുണ്ടാക്കിയില്ല. സെപ്റ്റംബർ 15-ാം തീയതി സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കാൻ KPCC ജനങ്ങളെ ആഹ്വാനം ചെയ്തു. സെപ്റ്റംബർ 15-ാം തീയതി കോൺഗ്രസ് പ്രവർത്തന സമിതി KPCCയുടെ തീരുമാനം അംഗീകരിച്ചില്ല. പക്ഷേ കേന്ദ്ര നേതൃത്വത്തെ അനാദരിച്ചുകൊണ്ട് മലബാറിൽ വമ്പിച്ച തോതിൽ പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു. തലശ്ശേരി, മട്ടന്നൂർ, മൊഴാറ, കണ്ണൂർ മുതലായ സ്ഥലങ്ങളിൽ ബഹുജനങ്ങളും പോലീസും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. വിലപ്പെട്ട ജീവൻ പലതും നഷ്ടപ്പെട്ടു. കയ്യൂർ സമരവുമായി ബന്ധപ്പെടുത്തി 4 കൃഷിക്കാരെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. മലബാറിലെ സംഭവ വികാസങ്ങളുടെ ഫലമായി KPCC പിരിച്ചുവിടുകയും കോൺഗ്രസ് പ്രവർത്തനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിന് ബീഹാറിലെ ഒരു കോൺഗ്രസ് നേതാവായ നന്ദകോളിയർ പ്രസിഡന്റായും CK ഗോവിന്ദൻ നായർ സെക്രട്ടറിയായും ഒരു താൽക്കാലിക സമിതി നിയോഗിക്കപ്പെടുകയും ചെയ്തു.
ഈ അവസരത്തിൽ ഇടതുപക്ഷക്കാർ ഒന്നായി കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളിൽ ചേർന്നു. ഇതൊക്കെ ജസ്റ്റ് കേട്ടുപോയാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ 2x കേട്ടുപോയാലും മതി. അടുത്ത് നോക്കാം, ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം വളരെ ദുർബലമായി മാത്രമേ മലബാറിൽ പ്രതിധ്വനിച്ചുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളിൽ വന്ന മാറ്റമായിരുന്നു ഇതിന് കാരണം. ഇതുവരെ ബ്രിട്ടീഷ് ഭരണത്തെ കെട്ടുകെട്ടിക്കാൻ ബഹുജന സമരം സംഘടിപ്പിക്കണമെന്ന് വാദിച്ച കമ്മ്യൂണിസ്റ്റുകാർ 1941 ജൂൺ 22 റഷ്യ അച്ചുതണ്ട് ശക്തികൾക്കെതിരായി യുദ്ധത്തിൽ ചേർന്നപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ യുദ്ധയജ്ഞങ്ങളുമായി സഹകരിക്കുക എന്ന നയം സ്വീകരിച്ചു. എന്തായാലും കോൺഗ്രസിൻ്റെ ചില യുവ പ്രവർത്തകർ ഡോക്ടർ KB മേനോൻ്റെ നേതൃത്വത്തിൽ ഒരു സോഷ്യലിസ്റ്റ് വിഭാഗമായി സ്വയം സംഘടിക്കുകയും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ തങ്ങളുടെ പങ്ക് നിർവഹിക്കുകയും ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ നിരോധനം ലംഘിച്ചുകൊണ്ട് അവർ യോഗങ്ങളും പ്രകടനങ്ങളും നടത്തുകയും സ്കൂളുകളുടെയും കോളേജുകളുടെയും കോടതികളുടെയും ബഹിഷ്കരണം സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ കാലത്ത് അവർ സ്വതന്ത്ര ഭാരതം എന്നൊരു രഹസ്യ പത്രികയും നടത്തി. ഗതാഗതങ്ങൾ തകർക്കുക, ഗവൺമെൻറ് ഓഫീസുകളും പോലീസ് സ്റ്റേഷനുകളും ആക്രമിക്കുക തുടങ്ങിയ ചില അക്രമ പ്രവർത്തനങ്ങളും ഉണ്ടാകാതിരുന്നില്ല. KB മേനോൻ ഉൾപ്പെടെ 27 പേരെ പ്രതികളാക്കിക്കൊണ്ട് കീഴരിയൂർ ബോംബ് കേസ് ഈ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവമാണ്. കീഴരിയൂർ ബോംബ് കേസിൻ്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ് സൂത്രധാരനാണ് KB മേനോൻ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. ശ്രീധരമേനോൻ്റെ ഈ കേരള ചരിത്രം നമുക്ക് 30 അധ്യായങ്ങളാണുള്ളത്. 30 അധ്യായം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, വേണ്ട അധ്യായം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതേപോലെ പോയിൻറ്റ്സ് മാത്രം എടുത്ത് പറയല്ല, നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന പോലെ വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിലും കൂടി ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കിയാൽ തന്നെ 2x കേട്ടാലും മതി. എല്ലാ പോയിൻറ്റ്സൊന്നും നമുക്ക് ആവശ്യമില്ല. അതേപോലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ കൂടി ഇത് 1-2 തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് പോയാൽ മാത്രം മതി, 2x കേട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് ചെറിയൊരു പോയിൻ്റ് കൂടെ ഉണ്ട്, അതുകൊണ്ട് നോക്കാം. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും കുറേ കാലം മലബാർ മദിരാശി പ്രവിശ്യയുടെ ഒരു ഭാഗമായി തുടർന്നു. 1951 പൊതു തെരഞ്ഞെടുപ്പിൽ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടായ സഖ്യം കോൺഗ്രസ്സുകാർക്കു തെരുതെരെ പരാജയങ്ങളുണ്ടാക്കി. മദിരാശി നിയമസഭയിൽ മലബാറിനുള്ള 30 സീറ്റുകളിൽ 4 മാത്രമേ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ. 1956 നവംബർ 1 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ മലബാർ ജില്ല പുതിയ കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി തിരുക്കൊച്ചിയോട് ചേർക്കപ്പെട്ടു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 26-ാം അധ്യായമായ ബ്രിട്ടീഷ് മലബാർ എന്ന അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കേട്ടു നോക്കുക. ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ പോയാൽ മതിയോ അല്ലെങ്കിൽ പോയിൻറ്റ്സ് മാത്രം എടുത്ത് പറയണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.